അസ്സലാമലൈക്കും. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണ്. പിന്നെ വീഡിയോസ് ഒക്കെ ഇടാത്തത് കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഹോസ്പിറ്റലും കാര്യങ്ങളും അങ്ങനൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഇടാത്തത്. ഇന്നലെ ഇപ്പൊ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കുടുംബത്തിൽ, വലിയമാരുടെ കുടുംബത്തിൽ കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ 3 ദിവസത്തിന് കപ്പക്കെട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കൂടെ അപ്പൊ ഇന്നലെ വൈകുന്നേരം ഒന്നും കൂടെ കൊണ്ടുപോയി കാണിച്ച്. അവനെ കാണിക്കല് താനൂര് ഇപ്പൊ ഡോക്ടറെ കാണിക്കല്, കുട്ടികളുടെ ഡോക്ടർ അവിടെ കാണിക്കല്. അപ്പൊ അവിടെ ഒന്നും കൂടെ കൊണ്ടുപോയി കാണിച്ച അങ്ങനെ അവിടിക്കാൻ ഡോക്ടർ എഴുതി തന്ന്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇവിടെ മാസ്ക് ഒക്കെ ഉണ്ട് അവന്റെ അവിടിക്കണേ, പക്ഷെ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഹോസ്പിറ്റൽ അവിടെ കാണിച്ച് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് ക്ലിനിക്ക് ഉണ്ട് ചെറിയ. അപ്പൊ അവിടെ പോയിട്ട് പഞ്ചാരമുഴക്കാണ് ക്ലിനിക്ക്, സിറ്റി ഹോസ്പിറ്റലിന്റെ. അപ്പോൾ അവിടെ പോയിങ്ങാണ്ട് ആവി പിടിപ്പിച്ച് തിരിച്ചപ്പോൾ രാത്രി അയക്കണം. അപ്പൊ അങ്ങനെ വല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ നേരെ എടുത്ത് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് ചായയും കടിയും രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് പനിയൊന്നുമില്ല. അപ്പൊ സ്കൂൾ മുടക്കണ്ടല്ലോ വിചാരിച്ച് പനിയും കാര്യങ്ങളൊന്നുമില്ല. അതിലായിട്ട് തന്നെ കുറെ ദിവസം സ്കൂൾ മുടങ്ങിയതാണ്. സ്കൂൾ തുറന്നിട്ട് കുറച്ചേ പോയിട്ടുള്ളൂ ആള്. സ്കൂൾ ചേർക്കണ ഒരാഴ്ച മുന്നേ ഒരു സുന്നത്തുണ്ടായത്. അപ്പൊ പിന്നെ തുറക്കണമെന്ന് കൊണ്ടുപോയിങ്ങാണ്ട് ഇങ്ങോട്ട് കൊടുന്ന് പിന്നെ അവിടെ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോത്തിന് പെരുന്നാളായി. അപ്പൊ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആയപ്പോത്തി പിന്നെ എനിക്കൊന്നും കൂടെ പനി ഇതൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസം കൂടെ പറഞ്ഞേക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പോയി തുടങ്ങുന്നുള്ള ആള് എന്തേലും ABC എന്തേലൊക്കെ പഠിച്ചു വരുമ്പോത്തിന് പിന്നെ എന്തേലൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ അത് മറക്കും. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നാല് കുഴപ്പമൊന്നുമില്ല, അവർക്ക് പനിയൊന്നുമില്ല, ചെറുതായിട്ടുള്ള കപ്പക്കെട്ടല്ല. അപ്പൊ ആ വീട്ടിൽ മാറും ചെയ്യും. ഇന്ന് രാവിലെ നല്ല ചുമ ഉണ്ടായി ചെയ്തിരുന്നു. അപ്പൊ പിന്നെ പോയിക്കോട്ടെ വിചാരിച്ച്, വീട്ടിലിരിക്കണ കാര്യം പോയിക്കോട്ടെ വിചാരിച്ചു. അവർക്ക് കുഴപ്പമൊന്നുമില്ല, പനിയില്ല, ചെറുതായി കാണ്ട് കപ്പമുണ്ട്. അപ്പൊ പിന്നെ മാറാത്ത കാരണം ആ വിളിച്ചാല് അത് ശരിയായിക്കോളും. അങ്ങനെ ഇന്ന് രാവിലെ പിന്നെ അവനെ സ്കൂൾക്ക് ആ വിളിച്ച് നാടാക്കി കൊടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് പണികൾ കുറെ തിരുമ്പാനും ഉണക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നില്ലേ. അപ്പൊ ഓരോരോ പണികൾ വെയിലുണ്ടാകുമ്പോൾ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും വൈകുന്നേരം അവിടുക്കാൻ പോലും കൊണ്ടുപോകലും അങ്ങനെ കഴിച്ച് സമയം പോണത് അറിയുന്നില്ല. പെരത്തെ പണികളും ഇതൊക്കെ തന്നെ നമുക്ക്. കാക്ക ഇവിടെ ഉണ്ട്. 3 ദിവസം അവിടെ കിടന്ന് പിന്നെ പഠിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് കൊടുത്ത് അടുത്ത് അവിടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോണ് കാണുന്നുണ്ട്. അപ്പൊ കൊറേ തിരുമ്പിയൊക്കെ കൊറേ മടക്കി വെക്കാണ്ട്, അതൊക്കെ മടക്കി വെക്കാണ് ഇപ്പോ. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്ത തിരക്കായ കാരണം. അപ്പൊ ഞങ്ങൾ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങൾ ചാനൽ കാണുക, എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും പോയി. അപ്പൊ അങ്ങനെ തിരുമ്പിയതൊക്കെ മടക്കി വെക്കാണ്. നമുക്ക് ആക്ക ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ രാത്രിയിലാണ് താകാനൊക്കെ ഉണ്ടാവും. രാത്രിയിലാണ് മടക്കി വെക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം മടക്കിയാണ് സെറ്റാക്കും. ഇവിടെ കഴിഞ്ഞതിന് ശേഷം എന്ത് സ്ഥലം പറയാ കാക്കാക്കും തന്നെ ആ മരുന്ന് കുടിച്ചിട്ട് മാറി ഭേദം കിട്ടാ. നോക്കട്ടെ കൂടെയൊക്കെ ഇവിടൊക്കെ കൂടെയൊക്കെ ഉണങ്ങിക്കുന്നു. ചൊറിയലിനൊക്കെ നല്ല കുറവുണ്ട്, ഭേദമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഏതായാലും തിരിഞ്ഞതും മടക്കിയൊക്കെ ചെയ്യാ. ഫ്രീ ആയിട്ട് ഇന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ഇടാ, കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ട് വിചാരിച്ച്. കാക്ക ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടാ. ഇടക്ക് അങ്ങനെയാണ്. ചിലപ്പം കാക്ക മടക്കി വെച്ചിരും ആ തിരക്കുള്ളപ്പോഴൊക്കെ. ഇത് കൊടുക്കും. അപ്പൊ അതിനേക്കാളൊരു സന്തോഷമുള്ള കാര്യം, യൂട്യൂബിൽ ഞാനന്ന് കടന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഇവിടെ അടുത്തുള്ളൊരു കാക്ക വന്നിട്ട് 2 മാക്സിന് എടുത്ത് കടയിൽ വന്നിട്ട് 2 മാക്സി കൊണ്ടുപോയി. ഭയങ്കര സന്തോഷമായി.
എന്തായാലും യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ 2 മാക്സി കുറച്ച് ദൂരത്തുള്ള ആൾ വന്നെടുത്തല്ലോ. കുറച്ചാണ്ട് പോണട്ടാ. 2 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്തല്ലേ. എന്നാലും അവിടെ കടകളൊക്കെ ഉണ്ട് അല്ലേ. എന്നാലും ഇവിടെ നടന്ന് വന്നിട്ട് ആ കാക്ക വന്നിട്ട് 2 മാക്സി വന്നിട്ട് വൈകുന്നേരത്ത് കൊണ്ടേ ഭയങ്കര സന്തോഷം. ആരായാലും അതിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. എൻ്റെ വന്ന് മാക്സി കൊടുത്താല് കുറെ ദിവസത്തിന് ശേഷം 2 മാക്സി പോയി. വെയിലും വെളിച്ചൊക്കെ ഉണ്ടായാലും ആരെങ്കിലൊക്കെ വരൂട്ടാ. ഇനിയിപ്പോ വീഡിയോസിലൊക്കെ ഉണ്ടായാലൊക്കെ ആരെങ്കിലും വരാതിരിക്കൂലല്ലോ. നമ്മുടെ അടുത്തുള്ള ആൾക്കാരായാലൊക്കെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് അല്ലേ. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിക്കോട്ടെ. അപ്പൊ അതിന് ഭാര്യ പറഞ്ഞാണല്ലോ അതിന്റെ. അപ്പൊ പറയാ ആ കാക്ക പറഞ്ഞാണല്ലോ കാക്കാന്റെ. അപ്പൊ ആ കാക്ക പറയാണ് എന്താണ് എന്റെ പെണ്ണുങ്ങൾ എന്നെ പറഞ്ഞതാണ്. അതിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. 2 മാക്സി എടുത്ത് പോയിരുന്നാണ് പറഞ്ഞാണ്ട് ആ കാക്കാനെ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷായിട്ടാ. ഞാനെന്നുണ്ടെങ്കിൽ എനിക്കും ചെറുതായിട്ട് പനി ഉണ്ടായിട്ട് മോനൂസിന് ആള് പിടിപ്പിച്ച് സ്കൂൾക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ചെറിയ ക്ലിനിക്ക് ഉണ്ട്. ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വയ്യാതായാലും എന്റെ ചെയ്യൂല പോവില്ല. എനിക്കിന്നൊക്കെ തീരെ മേനും കൈയൊക്കെ വരാനായിട്ട് തീരെ വയ്യായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഗവൺമെന്റിന്റെ ക്ലിനിക്ക് ഉണ്ട്, അവിടെ പോയി കാണിച്ച് ആ വരുന്ന വയ്ക്കല് അവിടെ പോയി കാണിച്ച് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യേണ്ട നമുക്ക് കൂട്ടാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് തന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി പച്ചക്കറിയും കൈപ്പങ്ങ കറിച്ച് ഉണക്കല് പൊരിച്ച് അതുണ്ടാക്കിയത് പപ്പടും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തിരുപ്പലെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളി കുടിച്ചുകൊണ്ടൊന്ന് കിടന്ന് ഇന്ന് വെയിലും വെളിച്ചൊക്കെ ഉള്ളതല്ല. അപ്പൊ കട തുറക്കാന്ന് വിചാരിച്ചപ്പോൾ പറ്റൂല കട തുറക്കാന്. അപ്പോഴാണ് കട തുറന്നിട്ടില്ല. എന്നാലും അവിടെ വന്നിട്ട് കടയുടെ മുന്നിൽ ആളുണ്ടായിരുന്നു. അപ്പൊ അവര് എനിക്ക് വിളിച്ച് അവരെ കൊണ്ട് വിളിപ്പിച്ചിങ്ങാണ്ട് എന്തായാലും അലഹദില്ല അന്ന് 2 മാക്സി എടുത്തിക്കണ്. പാവം നടന്ന് വന്നിട്ട് എടുത്തത് ഭയങ്കര സന്തോഷായി കൊണ്ടുപോയപ്പോൾ. അപ്പൊ എന്തായാലും ഞങ്ങൾ ചാനൽ കാണുന്ന ആൾക്കാർ എല്ലാവരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും കൂടി പറയാൻ കേട്ടാ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. മടക്കിക്കൽ കഴിഞ്ഞിട്ടുണ്ടോ കാക്കും കൂടെ കൂടിയപ്പോൾ മടക്കിക്കൽ കഴിഞ്ഞ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ്. വെയിലുണ്ടാവുമ്പോൾ പിന്നെ എല്ലാം നമുക്ക് കുറേ ദിവസം മഴ ചെയ്താൽ പിന്നെ നമുക്ക് എന്തൊക്കെ തിരുമ്പേണ്ടതാണ് എല്ലാവർക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.